ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവി മാനി മലയാളത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. കരിക്കിൻ്റെ പുതിയ സീരീസ് ആയിട്ടുള്ള സംതിങ് ഫിഷിയുടെ ആദ്യത്തെ എപ്പിസോഡ് കണ്ടതിന് ശേഷം എനിക്ക് അതിൽ നിന്നും കണ്ടെത്താൻ സാധിച്ചിട്ടുള്ള കുറച്ച് ഹിഡൻ ഡീറ്റെയിൽസും ഈ ഒരു സീരീസ് ഒരു മിസ്റ്ററി ത്രില്ലർ രീതിയിൽ അവതരിപ്പിച്ചിരിക്കുന്നത് കൊണ്ട് അതിലെ കുറ്റവാളി ആരാകാം എന്നീ കാര്യങ്ങളെക്കുറിച്ചുള്ള സാധ്യതകളുമാണ് ഈ വീഡിയോയിലൂടെ നോക്കാനായി പോകുന്നത്. സോ വീട്ടിലേക്ക് കിടക്കുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് സ്പോയിലറായി പോകണമെന്നുണ്ടെങ്കിൽ ഈ എപ്പിസോഡ് നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്താൻ ശ്രമിക്കുക. നമുക്ക് നേരെ വീട്ടിലേക്ക് വരാം. ഒന്ന്, ആ ഒരു ക്രിമിനൽ കൺസൾട്ടന്റ് ആയിട്ടുള്ള ലക്ഷ്മൺ എന്ന ക്യാരക്ടർ ഒരു ഫുഡ് പ്രേമിയാണെന്ന് പല സീനുകളിലൂടെയും കാണിച്ചിട്ടുണ്ട്. ഉണ്ണി മാത്യൂസിന്റെ ക്യാരക്ടർ ഈ ഒരു കാര്യം പറഞ്ഞതിന് ശേഷം പിന്നീട് നമ്മളെ ഈ ഒരു കാര്യം ഡീറ്റെയിൽ ആയി കാണിക്കുന്നത് കള്ള് ഷാപ്പിലെ ആ ഒരു സീനിൽ അയാൾ ഒരുപാട് ഭക്ഷണം കഴിക്കുന്നതായി കാണിക്കുന്നതിലൂടെയാണ്. എന്നാൽ ഇതിനു മുന്നേ തന്നെ ആ ഒരു പട്ടിയുടെയും നെക്ലേസിന്റെയും കേസ് അന്വേഷിക്കുന്ന സമയത്ത് ഈ ഒരു ക്യാരക്ടറിനെ കാണിക്കുമ്പോൾ ഇയാൾ വീട്ടുടമസ്ഥനുമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സീനിൽ തന്നെ ഇയാളുടെ കയ്യിൽ ഒരു പേരൊക്കെ ഇരിക്കുന്നതായും ആ സമയത്ത് പോലും ഇയാൾ ഭക്ഷണം കഴിച്ചുകൊണ്ടാണ് ഇങ്ങനെ കാര്യങ്ങൾ സംസാരിക്കുന്നതെന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു. രണ്ട്, പിന്നീട് ആ ഒരു കള്ള് ഷാപ്പിൽ വെച്ച് ഇവർ ജെഫിൻ എന്ന ക്യാരക്ടറിന്റെ തിരോധാനത്തെക്കുറിച്ചും മറ്റും സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഓൾറെഡി തന്നെ 3 കിഡ്നാപ്പുകൾ നടന്നിട്ടുണ്ടെന്നും അതിൽ ഒന്നാമത്തേത് വീട്ടിന്റെ 1 കിലോമീറ്റർ റേഡിയസിനുള്ളിൽ നിന്ന് കുട്ടിയെ തട്ടിക്കൊണ്ടുപോവുകയായിരുന്നുവെന്നും രണ്ടാമത്തേത് വീടിന്റെ മുറ്റത്ത് നിന്നായിരുന്നുവെന്നും ജെഫിന്റെ കേസ് വീടിന്റെ അകത്ത് നിന്നായിരുന്നുവെന്നുമാണ് പറയുന്നത്. നമുക്കറിയാം, വീടിന്റെ പുറത്ത് നിന്ന് അല്ലെങ്കിൽ വീട്ടുമുറ്റത്ത് നിന്നെല്ലാം കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്ന വാർത്തകൾ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. എന്നാൽ വീടിനകത്ത് കയറി ഇങ്ങനെ കിഡ്നാപ്പുകളും മറ്റും നടത്തുന്നത് പൊതുവെ റെയർ ആയിട്ടുള്ള കാര്യമാണ്. ഇവിടെയും ഇതുപോലെ പുറത്തു നിന്ന് മാത്രം കുട്ടികളെ തട്ടിക്കൊണ്ടു പോയിരുന്നവർ വീടിന് അകത്തേക്ക് കടന്നു കയറി ആളെ എടുത്തുകൊണ്ടു പോയി എന്ന് പറയുന്നത് കൊണ്ടാണ് ബ്രില്യൻ്റ് ആയ ലക്ഷ്മണിന് ആ ഒരു കേസിൽ സംശയം ഉണ്ടാകുന്നതും അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയി അന്വേഷിക്കുന്നതും. ഈ കള്ളുഷാപ്പ് സീനിൽ തന്നെ ഇവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പോലീസുകാർ അവറാനെയും കൂട്ടരെയും അറസ്റ്റ് ചെയ്ത ഒരു ഫോട്ടോ കാണിക്കുന്നുണ്ട്. സോ ആ സമയം സൂക്ഷിച്ചു നോക്കുകയാണെങ്കിൽ അവറാൻ തന്റെ മുഖം ആ ഒരു തോക്ക് വെച്ച് മറച്ചിരിക്കുന്നതായി രസകരമായി തന്നെ കാണിച്ചിട്ടുണ്ട്. 4, എപ്പിസോഡിന്റെ അവസാന ഭാഗത്തിലേക്ക് എത്തുമ്പോൾ ആ ഒരു ഏണിയിൽ കൂടി കയറിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഫേക്ക് ആയിരുന്നുവെന്നും അങ്ങനെ ഒന്നും നടന്നിട്ടില്ലെന്നും ലക്ഷ്മൺ പോലീസുകാരനോട് പറയുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ തുടക്കത്തിൽ ഈ ഒരു കാര്യം നടന്നിട്ടുണ്ട് എന്നുള്ള രീതിയിൽ ഫേക്ക് ആയിട്ടുള്ള രീതിയിൽ കാണിക്കുന്ന സമയത്ത് അവിടെ വന്നിരിക്കുന്ന 2 പേരിൽ ഒരാൾക്ക് ജെഫിൻ എന്ന ശബരീഷിന്റെ ക്യാരക്ടറിന്റെ മുഖമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഒരു പക്ഷേ തുടക്കത്തിൽ ഇങ്ങനെ കാണിച്ചത് ഫേക്ക് ആയതുകൊണ്ട് തന്നെ ഇതിൽ ജെഫിന് പങ്കുണ്ടെന്ന് സൂചിപ്പിക്കുന്ന രീതിയിലായിരിക്കാം അവിടെ അങ്ങനെ കാണിച്ചു പോയത്. കൂടാതെ ജെഫിന് ഇതിൽ ഡയറക്റ്റ് പങ്കുണ്ടെന്ന് സൂചിപ്പിക്കുന്ന രീതിയിലുള്ള പല സീനുകളും ഈ എപ്പിസോഡിൽ തന്നെ കാണിച്ചിരുന്നു. അതായത് ഇവർ മുറിയിലേക്ക് കയറി വരുന്ന സമയത്ത് ജെഫിൻ ലാപ്ടോപ്പിൽ എന്തോ കണ്ടുകൊണ്ട് അല്ലെങ്കിൽ കേട്ടുകൊണ്ടിരിക്കുന്നതായും പെട്ടെന്ന് മറക്കുന്നതായും കാണാം. ഒരു പക്ഷേ അത് മറ്റെന്തെങ്കിലും കാര്യമായിരിക്കാം. എന്നിരുന്നാൽ കൂടി അയാൾ എന്തോ ഒളിപ്പിക്കുന്നുണ്ടെന്ന് ഇതിലൂടെ സൂചിപ്പിച്ചിട്ടുണ്ട്. കൂടാതെ എപ്പിസോഡിന്റെ അവസാനത്തിൽ ലക്ഷ്മൺ പോലീസുകാരനോട് ആ വീട്ടിൽ അന്നുണ്ടായിരുന്നവരിൽ ആരോ കുറ്റവാളിയെ സഹായിച്ചിട്ടുണ്ടെന്നും അവരിൽ ആരോ ആണ് നമ്മുടെ സസ്പെക്ട് എന്ന് പറയുമ്പോൾ ജെഫിന്റെ അച്ഛനും അമ്മയും അപ്പൂപ്പനും താഴെ നിൽക്കുന്നതായും അവരെ ഫോക്കസ് ചെയ്യുന്നതായും കാണിക്കുമ്പോൾ ഇതേ സമയം തന്നെ ജെഫിൻ മുകളിൽ നിൽക്കുന്നതായും കാണിച്ചിട്ടുണ്ട്. സോ ആ ഒരു സസ്പെക്ട് എന്ന് പറയുന്നത് ജെഫിൻ ആകാനും സാധ്യതയുണ്ട് എന്നുള്ള രീതിയിലാണ് അവർ നിൽക്കുന്ന ആ ഒരു ഷോട്ടിൽ ജെഫിനെ കൂടി ഉൾപ്പെടുത്തി കാണിച്ചത്. ഇതല്ലാതെ ആ ഏണിയുടെ കാര്യം കള്ളമായിരുന്നുവെന്ന്, ആ ഏണി ഉപയോഗിച്ചിട്ടില്ല എന്ന് ലക്ഷ്മൺ വിശദീകരിക്കുന്നുണ്ട്. എന്നാൽ ഇതിനു മുന്നേ ജെഫിന്റെ അമ്മ തെരേസ ഒരു സീനിൽ രാത്രി ഒരു പ്രത്യേക ശബ്ദം കേട്ടിരുന്നുവെന്നും ആ ഏണിയുടെ ശബ്ദമാണ് കേട്ടിരുന്നതെന്നും എന്നെല്ലാം പറയുന്നുണ്ട്. ഒരുപക്ഷെ ആ ഏണി ഇവരെ പറ്റിക്കാൻ വേണ്ടി ആരോ വെച്ചപ്പോൾ അവിടെ കൊണ്ട് വെച്ച ശബ്ദമാകാൻ കേട്ടത്. എന്നാൽ കോണിപ്പടിയിലൂടെ ആരും കേറിയിട്ടില്ല എന്നുള്ളത് കൊണ്ട് അമ്മ ഇവിടെ കള്ളം പറഞ്ഞതാണ് എന്നുള്ള രീതിയിലായിരിക്കാം ഈ ഒരു സീൻ ഇവിടെ കാണിച്ചു പോയത്. സോ ഒരു പക്ഷേ അമ്മയ്ക്കും ഇതിൽ പങ്കുണ്ട് എന്ന് തെളിയിക്കുന്ന കാര്യമാകും ഇത്. ഇനി ഈ തെരേസയുടെ ബ്രദറായിട്ടുള്ള ലോറൻസിലേക്ക് വരികയാണെങ്കിൽ ആ ഒരു ക്യാരക്ടറിനെ അവറാന് ഇഷ്ടമല്ല എന്നും പണ്ടേ പുറത്താക്കിയതാണെന്നും ജെഫിനെ കാണാതാകുന്ന അന്ന് രാത്രി ഇയാൾ അവിടെ വന്നിട്ടുണ്ടായിരുന്നുവെന്നും അന്നും അവിടെ നിന്നും വിഷമിച്ചു പോകുന്നതായിട്ടും കാണാം. കൂടാതെ ഈ ഒരു ക്യാരക്ടറിനോട് തെരേസയ്ക്ക് ചേച്ചിക്ക് മാത്രമാണ് കുറച്ചെങ്കിലും ഇഷ്ടമുള്ളത്, അടുപ്പമുള്ളത് എന്നും കാണിച്ചിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ പുറത്താക്കപ്പെട്ടിട്ടുള്ള ഈ ഒരു ക്യാരക്ടറിനെ സഹായിക്കാൻ വേണ്ടിയാകാം തെരേസ ഇങ്ങനെയുള്ള കാര്യം ചെയ്തിരിക്കുന്നത്. ഒരുപക്ഷെ അപ്പന് ലോറൻസിനെ ഇഷ്ടമല്ലാത്തത് കൊണ്ട് അപ്പൻ സമ്മതിച്ചില്ലെങ്കിലോ എന്ന് കരുതിയിട്ടാകാം ഇങ്ങനെ ഒരു കള്ളത്തരം ലോറൻസും സഹോദരിയും ചേർന്നുകൊണ്ട് നടത്തിയത്. കൂടാതെ ഈ ഒരു ലോറൻസ് എന്ന ക്യാരക്ടർ മെഡിക്കൽ ഷോപ്പ് നടത്തുകയാണെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സ്റ്റെഫിനെ ബോധം കെടുത്താനുള്ള ക്ലോറോഫോമും എല്ലാം ഇയാൾക്ക് സംഘടിപ്പിക്കാൻ എളുപ്പമാണ് എന്നുള്ളതും ഇയാളെ സംശയിക്കാനുള്ള കാരണമാണ്.
ഇനി തെരേസയുടെ മരുമോനായിട്ടുള്ള മാത്യൂസ് എന്ന ക്യാരക്ടറിലേക്ക് വരികയാണെങ്കിൽ ഇയാൾ ഒരു വർക്ക്ഷോപ്പ് നടത്തുന്നതായും അത് അത്ര മെച്ചമല്ല എന്നും ഒരു സീനിൽ പറയുന്നുണ്ട്. കൂടാതെ ജെഫിൻ എന്ന ക്യാരക്ടറിന്റെ മുറിയിലേക്ക് വരുമ്പോൾ അവിടെ കാറുകളുടെയും മറ്റും ചിത്രങ്ങൾ വെച്ചിരിക്കുന്നതായും കാണാം. സോ ജെഫിന് കാറുകളോട് ക്രൈസ് ഉണ്ടെന്നും ഒരുപക്ഷെ മാത്യൂസുമായി ചേർന്നുകൊണ്ട് ഇത്തരത്തിൽ കാറുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും കാര്യം നടത്താൻ വേണ്ടി ഇങ്ങനെ ഒരു കള്ളത്തരം കാണിച്ചതുമാകാം. അതുപോലെ മറ്റൊരു ഭാഗത്ത് തെരേസയും മകളും ബാങ്കിൽ നിന്ന് വരുന്ന അതേ ടൈമിൽ തന്നെ, കാറിൽ നിന്ന് ഇറങ്ങി വരുന്ന അതേ ടൈമിൽ തന്നെ ജോസഫിന് ഫോൺ വന്നിരിക്കുന്നതായി കാണാം. ആ സമയം കാറിന് അകത്തിരിക്കുന്ന മാത്യൂസ് ഫോണിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതാണ്, അല്ലെങ്കിൽ ഫോൺ എടുത്തുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഒരുപക്ഷെ ഇവർ കാറിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് മാത്യൂസ് ഫോൺ ചെയ്യുന്നതായിട്ടായിരിക്കാം കാണിച്ചിരിക്കുന്നത്. ഇങ്ങനെ ഈ മാത്യൂസിനെ സംശയിക്കാനുള്ള പല കാര്യങ്ങളും ഈ എപ്പിസോഡിൽ കാണിച്ചിട്ടുണ്ട്. എന്നാൽ ഇത് കഴിഞ്ഞ് മറ്റൊരു സീനിൽ ഈ മാത്യൂസും ലോറൻസും എല്ലാവരും മുറിയിൽ ഉള്ളപ്പോഴാണ് ജോസഫിന് ഒരു ഫോൺ വരുന്നതായി കാണിച്ചിരിക്കുന്നത്. സോ ആ സമയം അവരുമായി ജോസഫ് എന്താണ് സംസാരിച്ചിരിക്കുന്നത് എന്ന് കാണിച്ചിട്ടില്ല. സോ ഒരുപക്ഷെ ഇങ്ങനെ കോൺട്രാക്ട് എല്ലാം എടുക്കുന്ന ജോസഫിന് എന്തെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ട്, അതേസമയം ബാങ്കിലെ പൈസയും വീടുമെല്ലാം ഭാര്യയുടെ പേരിലായതുകൊണ്ട് അയാൾ കാണിച്ചിട്ടുള്ള എന്തെങ്കിലും കള്ളത്തരമായിരിക്കും ഇത്. അതുകൊണ്ടായിരിക്കാം ആ ഫോൺ വരുന്ന സമയത്ത് അയാൾ എന്താണ് സംസാരിച്ചിരിക്കുന്നതെന്ന് കാണിക്കാതെ പോയത്. ഇനി അതല്ലെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ജെഫിന് ഈ കേസിൽ ഇൻവോൾവ്മെന്റ് ഉള്ളതുകൊണ്ട് ജെഫിൻ ആയിരിക്കാം, ഇവരെല്ലാം ഉള്ള സമയത്തെല്ലാം ജെഫിൻ ആയിരിക്കാം ഇങ്ങനെ ശബ്ദം മാറ്റി ഫോണിൽ സംസാരിച്ചിരിക്കുന്നത്. അത്തരത്തിലുള്ള എന്തെങ്കിലും സോഫ്റ്റ്വെയർ ജെഫിൻ ഉപയോഗിച്ചിരിക്കാം. ഇങ്ങനെ ശബ്ദം മാറ്റി സംസാരിക്കുന്നതായിരിക്കാം ഒരു പക്ഷേ ലക്ഷ്മണും പോലീസുകാരനും ജെഫിന്റെ മുറിയിലേക്ക് വരുന്ന സമയത്ത് ജെഫിൻ ലാപ്ടോപ്പിൽ എന്തോ കേട്ടുകൊണ്ടിരിക്കുന്നതായി കാണിച്ചത്. കൂടാതെ ആ പണമടങ്ങിയിട്ടുള്ള ബാഗ് മുകളിലേക്ക് വലിച്ചു കയറ്റുന്ന സമയം അത് അവിടെ ഉടക്കുമ്പോൾ പാലത്തിന് മുകളിൽ കൂടി കൈയിട്ട് എടുക്കാമായിരുന്നിട്ടും അവിടെ അങ്ങനെ ചെയ്യുന്നതായി കാണിച്ചിട്ടില്ല. കാരണം ആ സമയം അവിടെ ജെഫിൻ മാത്രമായിരിക്കും ഉണ്ടായിരുന്നിരിക്കുക. സോ അതുകൊണ്ടാണ് ജെഫിന് ഇവർ മുഖം കണ്ടാലോ എന്ന് പേടിച്ചുകൊണ്ട് അത് കൈയെത്തി എടുക്കാൻ സാധിക്കാതെ ഇരുന്നതും ലോറൻസ് അങ്ങോട്ടേക്ക് ഓടി ചെല്ലുന്ന സമയത്ത് ജെഫിൻ അവിടെ ബോധം കെട്ട് കിടക്കുകയും ചെയ്യുന്നത്. മിക്കവാറും ആ സമയം ജെഫിൻ ആക്ട് ചെയ്യുന്നതോ അല്ലെങ്കിൽ കയ്യിൽ കരുതിയിരുന്ന ക്ലോറോഫോം സ്വയം അണപ്പിച്ച് ബോധം കെട്ട് പോകുന്നതുമായിരിക്കാം. ഇങ്ങനെ ജെഫിന്റെ അച്ഛൻ ജോസഫ്, അമ്മ തെരേസ, തെരേസയുടെ സഹോദരൻ ലോറൻസ്, തെരേസയുടെ മരുമകൻ മാത്യൂസ്, ഇവരെ എല്ലാം സംശയിക്കാനുള്ള പല കാര്യങ്ങളും ഈ എപ്പിസോഡിൽ നമുക്ക് മുന്നിലേക്ക് ഇട്ട് തന്നിട്ടുണ്ട്. എന്നിരുന്നാലും എനിക്ക് തോന്നിയിട്ടുള്ളത് മിക്കവാറും ജെഫിനും ഇവരിൽ മറ്റൊരാളും കൂടി ചേർന്നുകൊണ്ടായിരിക്കാം ഈ ഒരു തട്ടിപ്പ് നടത്തിയിട്ടുണ്ടാവുക എന്നാണ്. സോ എന്താണ് ഞാൻ ഈ പറഞ്ഞതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായമെന്ന് തീർച്ചയായിട്ടും കമന്റ് സെക്ഷനിൽ ഉൾപ്പെടുത്തുക. കൂടാതെ എന്തായിരിക്കാം ശരിക്കും അവിടെ സംഭവിച്ചിട്ടുണ്ടാവുക, ആരായിരിക്കും ഇതിലെ യഥാർത്ഥ കുറ്റവാളികൾ എന്ന് നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും കമന്റ് സെക്ഷനിൽ ഉൾപ്പെടുത്തുക. അതിൽ കൃത്യമായി വരുന്ന പ്രവചനങ്ങൾ അടുത്ത എപ്പിസോഡിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നതായിരിക്കും. അടുത്തത് അവറാന്റെ ഭാര്യ ലില്ലിക്കുട്ടിയുമായി അവറാൻ നിൽക്കുന്ന പഴയകാലത്തെ ഒരു ഫോട്ടോ ഒരു സീനിൽ നമ്മളെ എടുത്തു തന്നെ കാണിക്കുന്നുണ്ട്. എന്നാൽ ഇതുകൂടാതെ മറ്റൊരു ഭാഗത്ത് ആ ഏണി കാണിക്കുന്ന സീനിൽ ഒരു പ്രായമായ സ്ത്രീയുടെ ഫോട്ടോ ജസ്റ്റ് ഒന്ന് കാണിച്ചു പോകുന്നുണ്ട്. ഈ രണ്ട് ഫോട്ടോകളിലെയും സ്ത്രീകൾ കണ്ണട വെച്ചിരിക്കുന്നതായും കൂടാതെ രണ്ടുപേരുടെയും മുഖങ്ങൾ തമ്മിൽ സാമ്യമുള്ളതായും കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഈ ലില്ലിക്കുട്ടിയുടെ തന്നെ പ്രായമായപ്പോഴുള്ള ഫോട്ടോയാണ് എന്ന രീതിയിൽ കാണിക്കാൻ വേണ്ടി ഉൾപ്പെടുത്തിയതാണെന്ന് മനസ്സിലാക്കാം. മാത്യൂസിന്റെ മകൾ മിയ എന്ന ക്യാരക്ടർ അവറാന്റെ ഫോൺ എടുത്ത് അക്വേറിയത്തിൽ ഇട്ടു എന്ന് ഒരു സീനിൽ പറയുന്നുണ്ട്. സോ ഇത് നമ്മളെ എടുത്ത് കാണിച്ചിട്ടില്ലെങ്കിലും ഒരു സീനിൽ മിയ ഇറങ്ങി വരുന്ന ആ ഒരു കോണിപ്പടിയുടെ അടുത്തായിട്ടായിരുന്നു ഈ ഒരു അക്വേറിയം ഇരിക്കുന്നതെന്നും അത് ഇവിടെ പറഞ്ഞതുപോലെ മിയയ്ക്ക് കയ്യെത്തി ഇടാൻ പറ്റുന്ന പാകത്തിൽ തന്നെയാണ് വെച്ചിരുന്നതെന്നും ഡീറ്റെയിൽ ആയി കാണിച്ചിട്ടുണ്ട്. മറ്റൊന്ന്, ഇവർ ജെഫിനെ തേടി പുറപ്പെടുന്ന സമയത്ത് അവറാൻ മാത്യൂസിനോട് വണ്ടി എടുക്കാനായി പറയുന്നുണ്ട്. ഇതിന് രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, ഇതിനെ മുന്നേ തന്നെ ജോസഫ് അധികം വേഗത്തിൽ വണ്ടി ഓടിക്കില്ല എന്ന് കാണിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ജോസഫിനോട് പെട്ടിയെടുക്കാനും പകരം മാത്യൂസിനോട് വണ്ടി ഓടിക്കാനും പറയുന്നത്. ഇതുകൂടാതെ മാത്യൂസ് ഒരു വർക്ക്ഷോപ്പ് നടത്തുന്നത് കൊണ്ട് അയാൾ വണ്ടിയെക്കുറിച്ച് അത്ര നല്ല അറിവുള്ള ആളായതുകൊണ്ട് അത്രയും ബെറ്റർ ആയിട്ടുള്ള ഒരു ഡ്രൈവർ കൂടിയാകും. സോ ഇങ്ങനെ ഈ രണ്ട് കാര്യങ്ങളെ സൂചിപ്പിക്കുന്നത് പോലെയാണ് മാത്യൂസിനോട് തന്നെ വണ്ടി എടുക്കാനായി അവറാൻ പറയുന്നത്. മറ്റൊന്ന്, എപ്പിസോഡിന്റെ തുടക്കത്തിൽ ആ ഒരു കോൺസ്റ്റബിൾ നടുവേദനയാണ് എന്ന് പറഞ്ഞുകൊണ്ട് മെഡിക്കൽ ലീവ് എടുക്കാമെന്ന് പറയുന്നുണ്ട്. സോ പിന്നീട് ഇയാൾ പാലത്തിൽ നിന്നും വീഴുന്നതായി കാണിച്ചതുകൊണ്ട് ഇനി അയാൾക്ക് മെഡിക്കൽ ലീവ് എടുക്കാൻ കള്ളം പറയണ്ട എന്നും കൂടി അവിടെ കാണിച്ചു പോകുന്നു. സോ ഇത്രയും കാര്യങ്ങളെല്ലാമാണ് ഈ എപ്പിസോഡ് കണ്ടതിന് ശേഷം എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. എന്താണ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെന്നും നിങ്ങൾക്ക് ഇതുപോലെ കണ്ടെത്താൻ സാധിക്കുന്ന കാര്യങ്ങളും വീഡിയോയുടെ കമന്റ് സെക്ഷനിൽ ഉൾപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കുക. നമുക്ക് അടുത്തൊരു എപ്പിസോഡിലൂടെ കാണാം. അതുവരെ ബൈ.